നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന യുദ്ധങ്ങളുടെ ദുരന്തവ്യാപ്തി കുറയ്ക്കുന്നതിനായി അന്താരാഷ്ട്ര നിയമത്തിലൂടെ നിരോധിച്ചിട്ടുള്ള പല മാരകായുധങ്ങളും നിലവിലുണ്ട്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. 1972 ജൂൺ 8 അസോസിയേറ്റഡ് പ്രസ് ഫോട്ടോഗ്രാഫർ നിക്കുട്ട് എടുത്ത ഫോട്ടോ ഇന്നും യുദ്ധഭീകരതയുടെ നേർക്കാഴ്ചയായി ലോക മനസാക്ഷിക്ക് മുൻപിൽ നിൽക്കുന്നു. അന്ന് കത്തിനിന്നിരുന്ന വിയറ്റ്നാം യുദ്ധത്തിനിടെ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ തന്റെ തീ പിടിച്ച വസ്ത്രങ്ങൾ വലിച്ചു കീറിയ 9 വയസ്സുകാരി കിം ഫുക്കിന്റെ ഫോട്ടോയാണ് ആ ചിത്രത്തിലൂടെ ഫോട്ടോഗ്രാഫർ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഇന്ന് യുദ്ധരംഗത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത നാപ്പാം എന്ന മാരകായുധമാണ് വിയറ്റ്നാം യുദ്ധത്തിനിടെ വർഷിക്കപ്പെട്ടത്. വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായി ഉപയോഗിച്ച നാപ്പാം ബോംബുകൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള പെട്രോ കെമിക്കലുകളുടെയും വിവിധ ജെല്ലിംഗ് ഏജന്റുകളുടെയും മിശ്രിതമാണ്. യഥാർത്ഥ ഇന്ധനത്തെ കൂടുതൽ കട്ടിയാക്കി നിർമ്മിക്കുന്ന ഈ മിശ്രിതം എളുപ്പത്തിൽ ഉപരിതലങ്ങളിൽ പറ്റിപ്പിടിക്കുകയും ദീർഘനേരം കത്തുകയും ചെയ്യും. 1942 അമേരിക്ക വികസിപ്പിച്ചെടുത്ത നാപ്പാം വിയറ്റ്നാം യുദ്ധത്തെ കൂടാതെ രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഉപയോഗിക്കപ്പെടുകയുണ്ടായി. ഇത്തരത്തിലുള്ള മാരക ആയുധങ്ങളുടെ ഉപയോഗം യുദ്ധത്തിന്റെ ക്രൂരമുഖമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഇതിന് തടയിടുന്നതിനും മാനവരാശിയെ സംരക്ഷിക്കുന്നതിനുമായി ഒട്ടനേകം അന്താരാഷ്ട്ര നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ ഓരോ യുദ്ധങ്ങളുടെയും ചരിത്രവുമായി ചേർന്നു നിൽക്കുന്നവയാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ ആയുധ നിയന്ത്രണത്തിനായി ചില നിയമങ്ങൾ വേണമെന്ന ആവശ്യം ആഗോളതലത്തിൽ ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഹേഗ് കൺവെൻഷൻ രൂപം കൊണ്ടത്. 1899 1907 നടന്ന ഹേഗ് കൺവെൻഷനിൽ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങൾക്കും തന്ത്രങ്ങൾക്കും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നിരുന്നാലും ഈ ശ്രമങ്ങൾ യുദ്ധത്തിന്റെ ക്രൂരത പൂർണ്ണമായി തടയാൻ മതിയായിരുന്നില്ല. ഒന്നാം ലോകമഹായുദ്ധം ലോകത്തെ നടുക്കിയപ്പോഴാണ് യുദ്ധത്തിന്റെ ഭീകരത പുതിയ തലത്തിലേക്ക് ഉയർന്നത്. വിഷവാതകങ്ങളുടെ വ്യാപക ഉപയോഗം ലോകമെങ്ങും ഭീതി പടർത്തി. അങ്ങനെയാണ് 1925 ജനീവ പ്രോട്ടോകോൾ രൂപപ്പെട്ടത്. രാസ ജൈവ ആയുധങ്ങൾക്കെതിരെ ലോകം ആദ്യമായി ശക്തമായ നിലപാട് സ്വീകരിച്ച ഘട്ടമായിരുന്നു ഇത്. ഇതിലും വലിയ നാശം വിതച്ചത് രണ്ടാം ലോക മഹായുദ്ധമാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ യുദ്ധമായി കണക്കാക്കപ്പെടുന്ന രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ വ്യാപക ബോംബാക്രമണങ്ങളും രാസായുധ പരീക്ഷണങ്ങളും തകൃതിയായി നടന്നു. ഇത് ലോകത്തെ യുദ്ധ നിയന്ത്രണത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ നിർബന്ധിതമാക്കി. തൽഫലമായി 1949 ജനീവ കൺവെൻഷൻസ് നിലവിൽ വന്നു. അതിനു പിന്നാലെ മാരകായുധങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് നിരവധി കരാറുകൾ രൂപപ്പെട്ടു. നിലവിൽ ആഗോളതലത്തിൽ നിരോധിക്കപ്പെട്ട നിരവധി മാരകായുധങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് രാസായുധങ്ങൾ. വാതകങ്ങളോ വിഷാംശങ്ങളോ ഉപയോഗിച്ച് മനുഷ്യരെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്ന ആയുധങ്ങൾ എന്നാണ് ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് രാസായുധങ്ങളെ നിർവചിക്കുന്നത്. നിലവിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു മാരകായുധമാണ് ജൈവായുധങ്ങൾ. വൈറസുകളും ബാക്ടീരിയകളും ഉപയോഗിച്ച് രോഗങ്ങൾ പടർത്തുന്ന ഇത്തരം ആയുധങ്ങൾ മനുഷ്യരാശിക്കെതിരായ ഭീകര ഭീഷണിയായാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധരംഗങ്ങളിൽ ഭീതി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു മാരകായുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ. നൂറുകണക്കിന് ചെറു സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ബോംബ് ക്ലസ്റ്ററുകൾ ഒരു വലിയ പ്രദേശത്ത് വിതറുന്ന രീതിയാണ് ഇത്തരം ആയുധ പ്രയോഗങ്ങളിൽ നടക്കുന്നത്. ഇവ വിമാനങ്ങൾ, മിസൈലുകൾ അല്ലെങ്കിൽ പീരങ്കികൾ എന്നിവ വഴിയാണ് വിന്യസിക്കുക. ഇത് ലക്ഷ്യമിടുന്ന കേന്ദ്രങ്ങളിൽ മാത്രമല്ല, അതോടനുബന്ധിച്ച വലിയ പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം വരുത്തിവെക്കും. ആദ്യ പ്രയോഗത്തിൽ ഇത്തരം ബോംബുകൾ പലതും പൊട്ടിത്തെറിക്കാറില്ല. അതിനാൽ തന്നെ ഇവ പിന്നീട് വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരുന്നു. ക്ലസ്റ്റർ ബോംബുകളും മാരകായുധങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി അന്താരാഷ്ട്ര നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. വൈറ്റ് ഫോസ്ഫറസ് വെടിക്കോപ്പുകളുടെ ഉപയോഗവും അന്തർദേശീയ തലത്തിൽ നിരോധിച്ചിട്ടുണ്ട്. സ്മോക്ക് ഗ്രനേഡുകൾ, ട്രേസർ റൗണ്ടുകൾ, ലൈറ്റിംഗ് ഷെല്ലുകൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ആധുനിക യുദ്ധങ്ങളിൽ വ്യാപകമായി ഇവ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആഗോളതലത്തിൽ നിരോധിച്ചിട്ടുള്ള മറ്റൊരു മാരകായുധമാണ് ലാൻഡ് മൈനുകൾ. പ്രഷർ പ്ലേറ്റുകൾ അല്ലെങ്കിൽ ട്രിപ്പ് വയറുകൾ വഴി സ്ഫോടനം നടത്തുന്നതിന് രൂപകൽപ്പന ചെയ്ത ആയുധ സംവിധാനങ്ങളാണിവ. ഇവ പലപ്പോഴും
പ്ലാസ്റ്റിക്, മരം പോലുള്ള ലോഹരഹിത വസ്തുക്കളാലാണ് നിർമ്മിക്കപ്പെടുന്നത്. അക്കാരണത്താൽ തന്നെ ലാൻഡ് മൈനുകളെ കണ്ടെത്തുന്നതും നീക്കം ചെയ്യുന്നതും വളരെയേറെ പ്രയാസകരമാണ്. സാധാരണയായി ഭൂമിക്കടിയിൽ മറച്ചുവെക്കുന്ന ഇത്തരം സ്ഫോടക വസ്തുക്കൾ യുദ്ധം കഴിഞ്ഞാലും വർഷങ്ങളോളം ഭീഷണിയായി നിലനിൽക്കും. അന്തർദേശീയ തലത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു മാരകായുധമാണ് ഡം ബുള്ളറ്റുകൾ. ഇവ വികസിക്കുന്ന ബുള്ളറ്റുകൾ എന്നും അറിയപ്പെടുന്നു. ലക്ഷ്യസ്ഥാനത്ത് തട്ടിയതിനു ശേഷം വ്യാസപരിധി വർദ്ധിക്കുന്ന ഇത്തരം ബുള്ളറ്റുകൾ മാരകമായ പരിക്കുകൾക്ക് കാരണമായി തീരും. ഈ ആയുധ സംവിധാനം 1899 ഹേഗ് കൺവെൻഷനിൽ നിരോധിച്ചതാണ്. ശത്രുവിന്റെ കാഴ്ചശക്തി സ്ഥിരമായി നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലേസർ ആയുധങ്ങളായ ബ്ലൈൻഡിംഗ് ലേസർ ആയുധങ്ങളുടെ ഉപയോഗവും മനുഷ്യാവകാശ ലംഘനമായി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തീയും ചൂടും ഉപയോഗിച്ച് വൻ നാശം വിതയ്ക്കുന്ന ഇൻസെന്ററി ആയുധങ്ങളും ആഗോളതലത്തിൽ നിരോധിക്കപ്പെട്ടവയാണ്. ആധുനിക ലോകത്ത് ആണവായുധ വികസനത്തിനായി രാജ്യങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിലും അത്തരം ആയുധങ്ങളും അന്തർദേശീയ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. 2021 ന്യൂക്ലിയർ ആയുധങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള പുതിയ അന്താരാഷ്ട്ര നിരോധന കരാർ പ്രാബല്യത്തിൽ വരികയുണ്ടായി. ഇതുകൂടാതെ വിഷാംശങ്ങൾ ചേർത്തുപയോഗിക്കുന്ന പ്രത്യേക ആയുധങ്ങളായ കെമിക്കൽ ഇൻഫെക്റ്റ് ആയുധങ്ങളും നിരോധിച്ചിരിക്കുന്നു. സ്പർശിച്ചാൽ സ്ഫോടനം നടക്കുന്ന ബൂബി ട്രാപ്പുകളും എളുപ്പത്തിൽ കണ്ടെത്താനാവാത്ത വിധം ചിതറിത്തെറിക്കുന്ന നോൺ ഡിറ്റക്റ്റബിൾ ഫ്രാഗ്മെന്റേഷൻ വെപ്പൺസും ആഗോളതലത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഒട്ടനേകം മാരകായുധങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പല രാജ്യങ്ങളും അവയുടെ വികസനം ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിവരുന്നുമുണ്ട്. അതിനാൽ തന്നെ യുദ്ധങ്ങൾ എന്നും മാനവരാശിക്ക് ഭീഷണി തന്നെയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.